ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. ഹലോ ഗായ്സ്, ഓണത്തിൻ്റെ അന്നാണ് കേട്ടോ, തിരുവോണ ദിവസമാണ്. അപ്പം തലനാഴിരയ്ക്ക് അല്ലെങ്കിൽ എന്തോ ദൈവകൃപയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ദിവസമാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഓണമൊക്കെ ആയതുകൊണ്ട് ഞാൻ രാവിലെ തൊട്ടേ കിച്ചണിലായിരുന്നു. അപ്പം പെട്ടെന്ന് നമ്മുടെ ഗ്യാസ് ഒന്ന് ലീക്കായിട്ട് അടിക്കൂടൊക്കെ ഓൾറെഡി 2 ഗ്യാസും വർക്കിംഗ് ആയിരുന്നു കേട്ടോ. ഒന്നില് കുക്കറും ഉണ്ടായിരുന്നു, മറ്റൊരു അടുപ്പിൽ നമ്മൾ ചീനിച്ചട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും വർക്കിംഗ് ആയിട്ട് ഇരുന്നുകൊണ്ടിരുന്ന സമയമാണ്. കിച്ചണിൽ തന്നെ ഞാൻ നിന്നത് കൊണ്ട് ഭാഗ്യം നമുക്ക് പെട്ടെന്ന് ഗ്യാസ് ഓഫാക്കാനും മെയിൻ സ്വിച്ച് ഓഫാക്കാനും ഒക്കെ പറ്റി. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്യാസ്. കണ്ട, 2 അടുപ്പ് മാത്രമേ ഉള്ളൂ. കണ്ടില്ല, ഇതിന്റെ വാ കണ്ടില്ല, അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സൈസാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് തീ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന കേട്ടോ. ഇവിടെയല്ല, ഇതിന്റെ അകത്തൂടാണ് വന്നത്. ഇതാ പുകയടിച്ചിട്ട് സ്റ്റീല് എന്താ പറയാ കത്താനുള്ള ഒരു പ്രവണതയിൽ വന്നുകൊണ്ടിരുന്ന ഒരു ടൈമാണ്. കണ്ടില്ല, അതൊരു പുക പിടിച്ച കറ പോലെ നിൽക്കുന്നത്. ഞാൻ തിരിച്ചിട്ട് കാണിക്കാം കേട്ടോ. അതാ ഇത് കണ്ടില്ല, ഇത് ഇവിടെയാണ്. ഇവിടുന്നാണ് നമുക്ക് തീ ഉള്ളിലോട്ട് കയറി വന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന ഈ വയർ കണ്ടോ, ഇത് രണ്ടും ഇങ്ങനെ അതിലാണ് തീ പിടിച്ചിട്ട് അത് സെപ്പറേറ്റ് ആയി പോയത് കേട്ടോ. കണ്ടില്ല, അത് വിട്ടുപോയി. ഞാനിങ്ങനെ ജസ്റ്റ് തൊട്ട് നോക്കിയപ്പോഴത്തേക്കിനും തന്നെ ആ കമ്പി 2ആയിട്ട് പോയിരുന്നു. അപ്പൊ ഇതിൽ നിന്നാണ് തീ പിടിച്ചതെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഭയങ്കര ഒരു അപകടം പിടിച്ച ഒരു കാര്യമാണ് നടന്നത്. ദൈവഭാഗ്യത്താൽ ഒന്നും തന്നെ അപ്പൊ സംഭവിച്ചില്ല. കിച്ചണിൽ ഞാൻ അവിടെ നിന്ന് തന്നെ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് കയറി വന്നതും ഒക്കെ കാണാൻ പറ്റി, ഓഫ് ചെയ്യാൻ പറ്റി. അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. അങ്ങനെ ഒരു സംഭവം ഇന്ന് തിരുവോണ ദിവസം നമുക്കുണ്ടായി. എന്തോ ഭാഗ്യം, ആരുടെയൊക്കെയോ പ്രാർത്ഥന ഫലം, ഒന്നും തന്നെ സംഭവിച്ചില്ല. പെട്ടെന്ന് താരക്കുട്ടി ഓൾറെഡി നമ്മുടെ ഓണത്തിന് സെറ്റ്. അപ്പം ഞാനെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് സെറ്റായി, ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. ആക്സിഡന്റിൽ നടന്ന സംഭവം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുകൂടെ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഒരുക്കിയ ഞങ്ങളുടെ ചെറിയൊരു ഓണസദ്യ. അപ്പം ഒരുപാട് വിഭവങ്ങളൊന്നും വെച്ചിട്ടില്ല. എന്നാൽ എനിക്കും അച്ചാച്ചനും ഇഷ്ടമുള്ള, കഴിക്കാൻ ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ടേബിളിലെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ സാറക്കുട്ടി നൈസായിട്ട് പപ്പടം എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഒന്ന് വീഡിയോ എടുത്തിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സാറക്കുട്ടി ഇപ്പോൾ അവിടെ പിരിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാറാകുമ്പോഴത്തേനും അവൾ എണ്ണീറ്റ് പോകട്ടോ. അവൾക്ക് ഇലയും സദ്യയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഒരു പപ്പടം കഴിച്ചിട്ട് കൊച്ചങ്ങ് എണ്ണീറ്റ് പോകട്ടോ. പിന്നെ ഞാനും അച്ചാച്ചനും കൂടെ അടുത്തിരുന്നിട്ട് നമ്മൾ നല്ല ഓണസദ്യയൊക്കെ കഴിക്കും കേട്ടോ. എന്താ പറയാ, നല്ലൊരു സദ്യയായിരുന്നു, നല്ലൊരു ഓണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സംഭവങ്ങൾ നടന്നു. എന്നിരുന്നാൽ പോലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കാത്തെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിന് നമുക്കൊരു ഇതിവിടെ കിട്ടി കേട്ടോ. അപ്പം അതാ നമ്മൾ സദ്യയൊക്കെ ഒരുക്കി ഞാനും അച്ചാച്ചനും കൂടെ കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ 2 പേരും ഉള്ളെങ്കിലും നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നമ്മളിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്, ഒരു വൈബ്, വേറൊരു വൈബ് കിട്ടും. പിന്നെ നമ്മൾ തന്നെയാണെങ്കിലും നമ്മൾ സന്തോഷമായിട്ട് വാഴയിലൊക്കെ വാങ്ങിച്ച് സാറക്കുട്ടി കുറച്ച് പിടിച്ചിരുത്താൻ നോക്കി. പക്ഷേ അവൾ ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല അങ്ങനെ ഇരിക്കാനും. പിന്നെ ഫുഡ് കഴിക്കുന്നതിനോട് താല്പര്യവും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഫുഡിൻ്റെ അടുത്തിരിക്കുന്നത് തന്നെ അവൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവളങ്ങ് എണീറ്റ് പോയിട്ടോ. പിന്നെ നമ്മൾ നിർബന്ധിച്ചിരുത്താനും കരയിപ്പിക്കാനും ഒന്നും നിന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വർത്താനവും ഈ പായസം കഴിക്കുന്നതിൻ്റെ ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പഴം ഞെരടി കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു ദിവസമായിട്ട് തന്നെ ഇത് അവസാനിക്കും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും എന്തായാലും മറക്കരുത് കേട്ടോ.